അപ്പം നിങ്ങൾക്ക് ഓണം ചാലഞ്ച് കൃഷിയൊക്കെ ചെയ്യാൻ വളമൊന്നും ഇല്ലെന്ന് ആരും വിഷമിക്കേണ്ട. നമ്മൾ ഈ കമ്പോസ്റ്റ് നമ്മുടെ ഈ കിച്ചണിലെ വേസ്റ്റൊക്കെ വെച്ചിട്ട് നല്ല രീതിയിലുള്ള കമ്പോസ്റ്റുകളാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് കൃഷിയൊക്കെ ചെയ്യാം. ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കമ്പോസ്റ്റ്, ഒരു 5-6 ടൈപ്പിലെ കമ്പോസ്റ്റിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് പറയാൻ പോകുന്നത്. അപ്പം നമ്മുടെ വീട്ടിലുള്ളതായ വേസ്റ്റുകൾ നമ്മൾ അത് കമ്പോസ്റ്റ് ആക്കുന്നു. അത് നല്ല രീതിയിൽ നമ്മുടെ ചെടികൾക്ക് അല്ലെങ്കിൽ നമ്മുടെ പച്ചക്കറികൾക്ക് എല്ലാം നമ്മൾ നല്ല വളമാക്കുന്നു. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പല രീതിയിൽ നമ്മൾ ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എന്നാലും പിന്നെയും നമുക്ക് ഇങ്ങനെ വേസ്റ്റുകൾ കുമിഞ്ഞുകൂടി വരുന്നത് അത് വെറുതെ കളയാതെ പല രീതിയിൽ നമുക്ക് വളമാക്കി മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഒന്നാമത്തെ കമ്പോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പറമ്പിൽ ഉള്ളതായ എല്ലാ വേസ്റ്റുകളും, നമ്മൾ പറിക്കുന്നതായ പുല്ലുകൾ, കരിയിലകൾ, വാഴ വെട്ടുന്ന വേസ്റ്റുകൾ, അതുപോലെ നമ്മൾ ഓരോ കൃഷി കഴിഞ്ഞിട്ട് അതിൻ്റെ വേസ്റ്റുകൾ ഒക്കെ ഉണ്ടല്ലോ, അതെല്ലാം കൂടെ നമുക്ക് കൊണ്ടുവന്ന് ഒരു കുഴിയിലിട്ട് വെച്ചിരുന്നാൽ അല്ലെങ്കിൽ ഒരു ചാക്കിനകത്താക്കി വെച്ചിരുന്നാൽ, ഇപ്പം വാഴയൊന്നും നമുക്ക് ചാക്കിനകത്താക്കി വെക്കാൻ പറ്റത്തില്ല, ഒരു കുഴി കുഴിച്ച് അതിനകത്ത് കൊണ്ടിട്ടിരുന്നാൽ എല്ലാം അതിൽ കിടന്ന് നല്ല രീതിയിൽ പൊടിഞ്ഞ് നമുക്ക് നല്ലൊരു കമ്പോസ്റ്റായിട്ട് കിട്ടും. ഈ മഴക്കാലത്താണെങ്കിൽ ചക്ക, മാങ്ങ എല്ലാം അളിഞ്ഞു പൊളിഞ്ഞ് വീഴുന്ന ഒരു ടൈമാണല്ലോ. അപ്പോൾ അതെല്ലാം നമുക്ക് ഈ ഒരു കുഴിക്കകത്ത് കൊണ്ടിട്ടിരുന്നാൽ നമുക്ക് അടുത്ത കൃഷിയൊക്കെ ആകുമ്പോഴത്തേക്ക് അതിൽ നിന്ന് നമുക്ക് വാരിയെടുത്ത് നമുക്ക് നമ്മുടെ മണ്ണിനോടൊപ്പം ചേർത്തിട്ട് നല്ല രീതിയിൽ കൃഷി ചെയ്യാനായിട്ട് സാധിക്കും. ഇതിപ്പോൾ നമ്മുടെ ഒരു കമ്പോസ്റ്റ് കുഴിയാണ്. ഇപ്പം നമ്മുടെ പറമ്പിലൊക്കെ തൂക്കുന്ന കരിയിലൊക്കെ ഉണ്ട്, അതുപോലെ നമ്മൾ ഡെയിലി തൂക്കുന്ന മുറ്റത്തെ കുപ്പകളെല്ലാം ഉണ്ട്, പുല്ലുണ്ട്, വാഴക്കരിയിലകൾ, വാഴ വെട്ടിയത്, കപ്പ ഒടിഞ്ഞ് വീണത്, നമ്മുടെ പാഷൻ ഫ്രൂട്ട് ചെടിയെല്ലാം വെട്ടിക്കൊണ്ടിട്ടത്, അതുപോലെ തന്നെ നമ്മുടെ കോവലിൻ്റെ ഇലകളും എല്ലാം ഇതിനകത്താണ് കൊണ്ടിടുന്നത്. കണ്ടോ, ഇത് ഇവിടെ കിടന്ന് ഈ മഴയത്തൊക്കെ കിടന്ന് നല്ലതുപോലെ അഴുകി നല്ലൊരു വളമായിട്ടങ്ങ് മാറും. അപ്പോൾ നമ്മൾ പലയിടത്തായിട്ട് കൊണ്ടിടാതെ ഈ ഒരു കുഴിക്കകത്ത് അങ്ങ് ഇട്ടിരുന്നാൽ ചക്കയുടെ വേസ്റ്റോ മാങ്ങയുടെ വേസ്റ്റോ എന്ത് വേണമെന്നുണ്ടെങ്കിലും ഈ കുഴിക്കകത്ത് ഇങ്ങനെ അങ്ങ് കിടന്നോളും. അപ്പോൾ അത് അടച്ചിടാനൊന്നും പറ്റത്തില്ല. എവിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഇത് മീൻകുളം ഉണ്ടാക്കണമെന്ന്. മീൻകുളം മാറ്റി മമ്മി കമ്പോസ്റ്റ് കുളമാക്കി മാറ്റിയത്. അപ്പം കുറച്ച് നാൾ നമുക്ക് കമ്പോസ്റ്റ് കുളമാക്കിയിട്ട് പിന്നെ നമുക്ക് സമയം പോലെ നമുക്ക് പണ്ട് മാക്കറി കരയുന്നുണ്ടല്ലോ, മീൻകുളത്തിൽ മാക്കറി കരയുന്നു. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നമുക്ക് എന്താ ചെയ്യാം, മീൻകുളം ആക്കിയെടുക്കാം. അപ്പം തൽക്കാലം കമ്പോസ്റ്റ് വഴിയായിട്ടിരിക്കട്ടെ. അപ്പം നമ്മുടെ ഈ വേസ്റ്റൊക്കെ നമുക്ക് പിന്നെ വളമായിട്ട് ഉപയോഗിക്കാം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മളൊരു ഓണം കൃഷി ചാലഞ്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അപ്പോൾ 500 ഒറ്റ ദിവസം കൊണ്ട് 500-ലധികം ആൾക്കാർ അതിനകത്ത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. അപ്പം നമ്മളൊരു 50,000 പച്ചക്കറി തോട്ടമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം അത്രയും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഒരു 30-30 അപ്പുറത്തോട്ട് ചിലപ്പം പോകും കേട്ടോ ഈ സമ്മാനം എന്നൊക്കെ പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരും അത് വിഷമില്ലാത്ത പച്ചക്കറികൾ കഴിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. തീർച്ചയായിട്ടും നിങ്ങളത് പങ്കെടുക്കുക. നമ്മുടെ എല്ലാവരുടെയും മുറ്റത്ത് ഇങ്ങനെ ഒരു പച്ചപ്പായിട്ട് നിൽക്കുവാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. അതിനെക്കുറിച്ചുള്ളതായ വിശദ വിവരങ്ങൾ ഇനി എബിൻ പറഞ്ഞു തരും കേട്ടോ. ഓണം കൃഷി ചാലഞ്ച് നമ്മുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ 50,000 കിച്ചൺ ഗാർഡൻസ് ഓൾ ഓവർ ദി വേൾഡ് സെറ്റ് ചെയ്യാമെന്നാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്ന എല്ലാ സബ്സ്ക്രൈബേഴ്സും അങ്ങനെ ചെയ്യണമെന്നാണ്, ആ ചാലഞ്ചിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം. അത് തന്നെ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രം, ഞങ്ങളുടെ വെബ്സൈറ്റിൽ കയറി രജിസ്ട്രേഷൻ ലിങ്ക് ഉണ്ട്, രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്താൽ ഞങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, ഈ ഒരു ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 2 മിനിറ്റിൽ ഒതുങ്ങുന്ന ഒരു വീഡിയോ എടുക്കുക, അതിനകത്ത് നിങ്ങളുടെ കൃഷി കാണിക്കുക. എന്തെങ്കിലും പുതിയ രീതിയിലുള്ള കൃഷി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഞങ്ങൾ കാണിച്ചു തന്ന സാധനങ്ങൾ വൃത്തിയായിട്ട് നല്ല രീതിയിൽ എടുത്ത് 2 മിനിറ്റിൽ അടങ്ങുന്ന ഒരു ഷോർട്ട് വീഡിയോ വിത്തൗട്ട് മ്യൂസിക് ആയിരിക്കണം ഞങ്ങൾക്ക് അയച്ചു തരുന്ന കുറേ പേര് പറയുന്നുണ്ടായിരുന്നു ഇമെയിലൊക്കെ അയക്കാൻ അവർക്ക് പാടാണ്. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങളൊരു പുതിയ രീതി കൊണ്ടുവന്നതെന്ന് വെച്ചാൽ ജസ്റ്റ് നമ്മുടെ യൂട്യൂബിൽ തന്നെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്തിടാം. അപ്പോൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന പ്രോസസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞു തരുവാണ്. ജസ്റ്റ് വീഡിയോ എടുക്കുക, നമ്മുടെ യൂട്യൂബ് ആപ്പിനകത്ത് പ്ലസ് എന്ന ബട്ടൺ ഉണ്ട്, പ്ലസ് ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ അതിനകത്ത് നമ്മൾ എഡിറ്റ് ചെയ്ത് വെച്ച വീഡിയോസ് മേളിൽ തന്നെ കാണാൻ പറ്റും. ആ വീഡിയോ സെലക്ട് ചെയ്യുക. വീഡിയോ സെലക്ട് ചെയ്ത് ടൈറ്റിൽ നിങ്ങൾ എഴുതേണ്ടതെന്ന് വെച്ചാൽ മിനീസ് ലൈഫ് സ്റ്റൈൽ ഓണം കൃഷി ചാലഞ്ച് എന്ന് എഴുതുക. അതിനായിട്ട് 2 ഹാഷ്ടാഗ് ഇൻക്ലൂഡ് ചെയ്യണം. ആ ഹാഷ്ടാഗ് വെച്ചിട്ട് ഞങ്ങൾക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഓണം കൃഷി ചാലഞ്ച്, ഓണം കൃഷി ചാലഞ്ച്. രണ്ടാമത്തെ ഹാഷ്ടാഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ #ML, മിനീസ് ലൈഫ് സ്റ്റൈലിൻ്റെ ഷോർട്ട് ഫോം ML. അത് കഴിഞ്ഞ് ഒരു ഡിസ്ട്രിക്റ്റിന് നമ്മളൊരു ഷോർട്ട് ഫോം കൊടുത്തിട്ടുണ്ട്. നമ്മുടെ
ട്രിവാൻഡ്രത്തിന് KL01, കൊല്ലത്തിന് KL02 എന്ന് പറഞ്ഞ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ കോഡ് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ആ ഹാഷ്ടാഗ് ഇടുക, MLKL01 എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ട്രിവാൻഡ്രത്തിലുള്ള ഓണം കൃഷി ചാലഞ്ച് ചെയ്യുന്ന എല്ലാവരെയും ഒരുമിച്ച് കാണാൻ പറ്റും. അപ്പോൾ അത് നോക്കിയിട്ടാണ് നമ്മൾ സ്ക്രൂട്ടനൈസ് ചെയ്യുന്നത്. ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളെല്ലാം ഫുൾ ഡീറ്റെയിൽ അറിയാൻ വേണ്ടി ഞങ്ങളുടെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽ കാണാം. വീഡിയോ ലെങ്ത് കൂട്ടുന്നില്ല അത് പറഞ്ഞ്. ഓക്കെ, ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമുക്ക് 500ഓളം ആൾക്കാർ ഈ കൃഷി ചാലഞ്ചിന് അക്സെപ്റ്റ് ചെയ്തിരിക്കുകയാണ്, രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ വേസ്റ്റ് കൊണ്ട് എങ്ങനെ കമ്പോസ്റ്റ് ഉണ്ടാക്കാം എന്നാണ് ഇനി മമ്മി കാണിച്ചു തരുന്നത്. ഇനി മമ്മിയിലോട്ട് ഞാൻ അങ്ങ് കൊടുക്കുകയാണ്, നിങ്ങൾ കണ്ടോളി. ഇപ്പം നമ്മൾ ടെറസിൽ കൃഷി ചെയ്യുകയാണെങ്കിൽ പോലും ടെറസിൽ നമ്മളൊരു ചാക്ക് വെച്ചിരുന്നാൽ നമ്മൾ അവിടെ വരുന്നതായ വേസ്റ്റുകൾ, ഇപ്പോൾ ഈ കാറ്റത്തൊക്കെ ആണെങ്കിൽ കരിയിലൊക്കെ അടിഞ്ഞു കൂടി കിടക്കും. അതേപോലെ നമ്മൾ കൃഷി ചെയ്യുന്നതായ വേസ്റ്റുകളൊക്കെ ആ ചാക്കിനകത്താക്കി അടച്ചിങ്ങനെ വെച്ചിരുന്നാൽ അത് നല്ല രീതിയിൽ ഒരു മാസം കഴിയുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ കമ്പോസ്റ്റായിട്ട് നമുക്കത് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പിന്നെ താഴേന്ന് നമുക്കൊന്ന് ഏറ്റി മുകളിലോട്ട് കൊണ്ടുപോകേണ്ട കാര്യമില്ല. അവിടെ തന്നെ നമുക്ക് കമ്പോസ്റ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ രണ്ടാമത്തെ കമ്പോസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കമ്പോസ്റ്റാണ്. നമ്മൾ കലത്തിലോ ബക്കറ്റിലോ ഒക്കെ ഹോളിട്ടിട്ട് അതിനകത്ത് നമ്മുടെ കിച്ചണിലെ വേസ്റ്റ് നമ്മൾ കൊണ്ടിടുക. അതിനകത്ത് ഭക്ഷണം ഇടാൻ പാടില്ല. അത് ഞാൻ നല്ല വ്യക്തമായിട്ട് നിങ്ങൾക്ക് ആദ്യത്തെ കമ്പോസ്റ്റ് കാണിച്ചു തന്നിട്ടുണ്ട്. കുറേ പേരത് കാണുകയും കുറേ പേരത് ട്രൈ ചെയ്യുകയും ആരുടെയും വീട്ടിൽ വേസ്റ്റ് ഇല്ല എന്ന് പറയുകയും ഇപ്പോൾ ഞാൻ അടുത്ത വീട്ടിൽ പോയി വേസ്റ്റ് എടുക്കേണ്ട ഗതികേടാണ് ചേച്ചി എന്ന് പറയുന്നവർ വീഡിയോ ആയിരുന്നു, നല്ലൊരു വീഡിയോ ആയിരുന്നു. അതെല്ലാവരും കാണുകയും അത് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഒന്ന് കണ്ടു നോക്കുക. അടുത്തെന്ന് വെച്ചാൽ നമ്മൾ റിങ് കമ്പോസ്റ്റ് ഉണ്ടാക്കിയായിരുന്നു. ഒരു റിങ് നമുക്ക് വാങ്ങിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുഴി കുഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ റിങ് വാങ്ങിച്ച് വെച്ചിട്ട് അതിനകത്ത് ആട്ടും കാഷ്ടം, കോഴിക്കാഷ്ടം, അതുപോലെ തന്നെ കരിയിലകൾ, ചാണകം ഉണ്ടെങ്കിൽ അത്, എന്ത് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചോറിൻ്റെ ഇത് അധികം വരുന്ന ചോറ് അധികമൊന്നും ആരും ആക്കരുത്. എങ്കിൽ തന്നെ നമ്മുടെ വീട്ടിൽ കുഞ്ഞുങ്ങളൊക്കെ കഴിക്കുന്നതൊക്കെ കോഴിക്കോ പട്ടിക്കോ ഒന്നും അതൊന്നും കഴിക്കാൻ ആളില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ റിങ് കമ്പോസ്റ്റിനകത്ത് കൊണ്ടുവന്ന് ഇട്ടാൽ, അത് അടച്ചവിടെ ഇട്ടിരുന്നാൽ അതവിടെ കിടന്ന് നല്ലതുപോലെ എല്ലാം പൊഴിഞ്ഞ് നല്ല രീതിയിൽ നമുക്കൊരു സമ്പൂർണ്ണ വളമായിട്ട് നമുക്കത് മാറിക്കിട്ടും. ഇങ്ങനെയൊക്കെ ചെയ്താൽ നമ്മുടെ കൃഷികൾക്ക് ഫലപുഷ്ടിയുള്ളതാക്കി, നമ്മുടെ മണ്ണിനെ ഫലപുഷ്ടിയുള്ളതാക്കി മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. സൂക്ഷ്മജീവികളുടെ വർധനവ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ കൃഷി ചെയ്യാനായിട്ടും നല്ല വിളവ് കിട്ടാനായിട്ടും സാധിക്കുകയുള്ളൂ. അടുത്തെന്ന് വെച്ചാൽ നമ്മൾ പിന്നെ കിച്ചണിലുണ്ടാകുന്നതായ അത്യാവശ്യം വേണ്ടതായ വേസ്റ്റുകളൊക്കെ ഉണ്ടല്ലോ. എന്ന് വെച്ചാൽ പിന്നെ ഈ ഉള്ളിത്തൊലി, മുട്ടത്തോട്, തേയിലക്കൊന്ത്, പഴത്തിൻ്റെ തൊലിയൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നറിയാമോ, അത് പച്ചക്കറിയുടെയൊക്കെ വേസ്റ്റ് ആയാലും കുഴപ്പമില്ല. നമ്മൾ ഓരോ ചെടികളുടെയും ചുവട്ടിൽ നമ്മൾ വലിച്ചെറിഞ്ഞ് കളയുന്നതായ പ്ലാസ്റ്റിക് ബോട്ടിലിനകത്ത് നമ്മൾ ആക്കി വെച്ചിരുന്നാൽ അത് നല്ല രീതിയിൽ നമുക്ക് ചെടികൾക്ക് വളമായിട്ട് മാറുന്നതാണ്. ഇപ്പോൾ ഇത് കണ്ടില്ലേ, നമ്മൾ വെള്ളമൊക്കെ കുടിച്ചിട്ട് വെറുതെ നമ്മുടെ വീട്ടിലും പരിസരത്തും അല്ലെങ്കിൽ റോഡിലും ഒന്നും വലിച്ചെറിയാതെ ഈ കുപ്പികളൊക്കെ നമ്മളിങ്ങനെ കളക്ട് ചെയ്ത് വെച്ചിരുന്നാൽ നമ്മുടെ ചെടികളുടെ ചുവട്ടിൽ അതിൻ്റെ അടപ്പങ്ങ് മാറ്റിയതിന് ശേഷം നമ്മുടെ വീട്ടിലുള്ളതായ വേസ്റ്റുകളൊക്കെ നമ്മൾ അതിനകത്തോട്ട് ഇട്ട് കൊടുത്താലുണ്ടല്ലോ അത് അവിടെ കിടന്ന് ചീഞ്ഞ് അഴുകി നമ്മുടെ ചെടികൾക്ക് നല്ലൊരു വളമായിട്ടങ്ങ് മാറിക്കിട്ടും. അപ്പോൾ അതിനെ നമ്മൾ ഒന്നും അനങ്ങത്തോലുമില്ല. പട്ടിയോ പൂച്ചയോ ഒന്നും പിടിച്ചാൽ കണ്ടില്ലേ, അത് നമ്മുടെ ചെടിയായിട്ട് നല്ല രീതിയിലൊന്ന് കെട്ടിയും കൂടെ കൊടുക്കണം. കണ്ടോ, ഇങ്ങനെ ഒന്ന് ഒറ്റ കെട്ട് മാത്രം കെട്ടിയാൽ മതി. ആ ചെടിയും നമ്മുടെ കുപ്പിയായിട്ട് ഇങ്ങനെ കെട്ടി വെച്ചിരുന്നാൽ നല്ല രീതിയിൽ അവിടെ അങ്ങ് ഇരുന്നോളും. ഇതിൻ്റെ മേളിലോട്ട് ഒരു കല്ലോ എടുത്ത് വെച്ചിരുന്നാൽ മാത്രം മതി. അതിലൊരു ചിരട്ട കമത്തി വെച്ചിരുന്നാൽ ഇതിങ്ങനെ ഇരുന്ന് അലിഞ്ഞ് ചെടികൾക്ക് നല്ല വളമായിട്ടങ്ങ് മാറിക്കോളും. അപ്പോൾ ഇത് പെട്ടെന്ന് ദ്രവിച്ച് ഇത് വളമായിട്ട് മാറാനായിട്ട് നമ്മളൊരു EM സൊല്യൂഷനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. നല്ല രീതിയിൽ ഇത് പെട്ടെന്ന് ദ്രവിച്ച് ഇത് വളമായിട്ടങ്ങ് മാറിക്കോളും. അടുത്തെന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുന്നതായ ഓറഞ്ചിൻ്റെ തൊലി, അത് ഫ്രൂട്ട്സിൻ്റെ ഒക്കെ തൊലിയൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് ഓറഞ്ചിൻ്റെ തൊലി ഒക്കെയാണ്. ഓറഞ്ചിൻ്റെ, നാരങ്ങയുടെ ഒക്കെ നമുക്ക് ഉപയോഗിക്കാം, മൊസാമ്പിയുടെ ഉപയോഗിക്കാം. അതൊക്കെ നമ്മൾ വെള്ളത്തിലിട്ട് ഇങ്ങനെ അഴുക്കി വെച്ചിരുന്നാൽ അതിൻ്റെ വെള്ളം ഡൈല്യൂട്ട് ചെയ്ത് നമ്മൾ ചെടികൾക്ക് ഒഴിച്ചാൽ ആ ചെടികൾക്ക് നല്ല, പ്രത്യേകിച്ച് റോസിനൊക്കെ നല്ലൊരു മാറ്റം ഉണ്ടായിരിക്കും. ഇങ്ങനെ ഒരു കുപ്പിക്കകത്താക്കി അതിനകത്ത് വെള്ളം ഒഴിച്ചിട്ടിരുന്നാൽ അത് നല്ലതുപോലെ അവിടെ നിന്ന് അഴുകി അത് നമുക്ക് വളമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അടുത്തെന്ന് വെച്ചാൽ ഉള്ളിത്തൊലിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളത്തിൽ ഇട്ടിട്ട് അഴുക്കി വെച്ചിരുന്നാൽ നല്ലൊരു കീടനാശിനിയായിട്ടും ഉപയോഗിക്കാം, നല്ലൊരു വളമായിട്ടും ഉപയോഗിക്കാം. ഈ ഉള്ളിത്തൊലിയൊക്കെ നമ്മുടെ പച്ചക്കറികളുടെ, ഇപ്പം ആരെങ്കിലുമൊക്കെ കടകളിൽ പോയിട്ട് ഉള്ളിയൊക്കെ മേടിക്കാൻ പോകുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഉള്ളിയുടെ തൊലിയൊക്കെ കളക്ട് ചെയ്തുകൊണ്ട് വന്നിട്ട് നമ്മുടെ ചെടികളുടെ ചുവട്ടിലൊക്കെ ഇട്ട് കൊടുക്കാന്നുണ്ടെങ്കിൽ നല്ല സൂപ്പർ ഒരു വളമാണ് കേട്ടോ. അത് നല്ല രീതിയിൽ നമ്മുടെ കൃഷിക്ക് നമുക്ക് നല്ല വിളവ് കിട്ടാനായിട്ട് അത് ഉപകരിക്കും.
ഇത് ഉള്ളിത്തൊലി വെള്ളത്തിൽ ഇട്ട് ഇങ്ങനെ അഴുക്കി വെച്ചിരിക്കുന്നതാണ്. ഇത് കീടനാശിനിയായിട്ടും നല്ല വളമായിട്ടും ഒക്കെ നമുക്കിത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതുപോലെ ഈ മീൻ കഴുകുന്ന വെള്ളം, ഇറച്ചി കഴുകുന്ന വെള്ളം, ഇതൊന്നും വേസ്റ്റാക്കി കളയരുത്. അതുപോലെ നമ്മുടെ അരി കഴുകുന്ന വെള്ളം, ഉഴുന്ന് കഴുകുന്ന വെള്ളം, ഈ പരിപ്പ് വർഗ്ഗങ്ങളൊക്കെ കഴുകുന്ന വെള്ളം ഒന്നും നമ്മൾ വേസ്റ്റാക്കി കളയാതെ നമ്മുടെ ചെടികൾക്ക് അതെല്ലാം നല്ല രീതിയിൽ നമ്മൾ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ചെടികൾക്കൊക്കെ നല്ല രീതിയിൽ വളർച്ച ഉണ്ടാകുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. തീർച്ചയായിട്ടും ഓരോന്നിലും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഇതെല്ലാം നിങ്ങൾ നല്ലതുപോലെ ശ്രദ്ധിക്കുക, നല്ല രീതിയിൽ കൃഷി ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതേ കണ്ടില്ലേ, ചക്ക മടലൊക്കെ നമ്മൾ ചക്കയൊക്കെ എടുത്തതിന് ശേഷം കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് അതും അതിൻ്റെ ചുവട്ടിൽ അങ്ങ് ഇട്ട് കൊടുത്തിരുന്നാൽ, അതിൻ്റെ മുകളിലോട്ട് സ്വല്പം മണ്ണും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിരുന്നാൽ അത് നല്ലൊരു വളമായിട്ട് അങ്ങ് മാറിക്കോളും. അപ്പോൾ ചക്കക്കുരു വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ ചക്കക്കുരു സ്ലറി ഉണ്ടാക്കിയതെന്ന് ഒക്കെ ഒരു കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും കാണാത്തവരൊന്ന് കണ്ടു നോക്കുക. ചക്കക്കുരു നല്ലൊരു അടിപൊളി വളമാണ്. തീർച്ചയായിട്ടും അതും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ചക്കക്കുരുവൊക്കെ തീർന്ന സമയമാണ് എങ്കിൽ തന്നെയും നമ്മുടെ പ്ലാവിൻ്റെ ചുവട്ടിലൊക്കെ ഇഷ്ടം പോലെ ചക്കക്കുരു വെറുതെ പാഴായി കിടക്കുന്നുണ്ടായിരിക്കും. അതൊക്കെ നമ്മൾ നമ്മുടെ കൃഷിക്ക് പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നും വേസ്റ്റല്ല, എല്ലാം നമുക്ക് തന്നെ ഗുണം ചെയ്യുന്ന ഓരോന്നാണ്. ഓരോന്നും നമ്മൾ വീടുകളിൽ വലിച്ചെറിഞ്ഞ് നമ്മുടെ വീടും പരിസരവും വൃത്തികേടാക്കാതെ നമ്മൾ നല്ല രീതിയിൽ നമ്മൾ സൂക്ഷിച്ചാൽ നമ്മുടെ വീടും പരിസരവും നല്ല വൃത്തിയായിട്ട് കിടക്കും. കൊതുകിൻ്റെ ശല്യമൊന്നും ഉണ്ടാകത്തില്ല, ആവശ്യമില്ലാത്ത അസുഖങ്ങളുണ്ടാകത്തില്ല, ഈച്ചകളൊക്കെ പെരുകിയിട്ട്. അപ്പം നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയാൽ നമ്മുടെ കൃഷിയും നന്നാവും, നമ്മളും നന്നാവും, നമ്മുടെ വീടും പരിസരവും എല്ലാം നന്നായി കിടക്കും. ആരെങ്കിലും വന്ന് കണ്ടാലും വീടും പരിസരമൊക്കെ നല്ല വൃത്തിയുള്ളതാണെന്നെങ്കിലും പറയും. അപ്പം തീർച്ചയായിട്ടും നിങ്ങളിതെല്ലാം ഒന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പം നേരത്തെ പറഞ്ഞ കാര്യം നിങ്ങൾ ഒട്ടും മറക്കരുത് കേട്ടോ. ഞാൻ നിങ്ങളെ ചാലഞ്ച് ചെയ്യുകയാണ്. നിങ്ങളെല്ലാവരും ഇതിനകത്ത് രജിസ്റ്റർ ചെയ്യണം. 50,000 അടുക്കളത്തോട്ടം നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ഉണ്ടാക്കിയിരിക്കണം. നമ്മൾ എല്ലാവരും നമ്മുടെ മക്കളെ, കുടുംബത്തെ എല്ലാം നമ്മൾ വിഷത്തിൽ നിന്ന് നമ്മൾ വിമുക്തമാക്കേണ്ട ചുമതല ആരുടെ ഒരു വീട്ടമ്മയുടെ കടമയാണ്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളും പേരൻസും എല്ലാവരും ചേർന്നുള്ള കൃഷി രീതിയാണ് നമ്മൾ കാണിക്കുന്നത്. അല്ല കുട്ടിക്കൃഷി എന്നുള്ളതല്ല, എല്ലാവരും ഒത്തൊരുമയോടുള്ള കൃഷിയാണ് നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നത്. തീർച്ചയായിട്ടും എല്ലാവരും ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പം പിന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് വിത്തോ ഗ്രോ ബാഗുകളോ ഒന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അതും നമ്മുടെ വെബ്സൈറ്റിൽ തന്നെയുണ്ട്. അത് നിങ്ങൾക്ക് യഥാസമയം നിങ്ങൾക്ക് വാങ്ങിക്കാനും അത് കൃഷി ചെയ്യാനായിട്ടും സാധിക്കും. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഒട്ടും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ യഥാസമയം നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജായ മിനീസ് ലൈഫ് സ്റ്റൈലും കൂടെ ലൈക്ക് ചെയ്ത് വിട്ടാൽ അവിടെയും നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ യഥാസമയം കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാൻ മിനി. നന്ദി, നമസ്കാരം.